വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ്. കുറെ കാലമായി മൂവി റിയാക്ഷൻ ഒക്കെ റിയാക്ട് ചെയ്തിട്ട് കുറച്ച് ബിസി ആയി പോയി. നമ്മുടെ ഗോട്ടിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിജയുടെ ലാസ്റ്റ് മൂവി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാ അത് റിയാക്ട് ചെയ്യാണ്ടിരിക്കുക? നമ്മൾ ഓൾറെഡി അതിന്റെ ബർത്ത്ഡേ ഷോട്ട്സിന്റെ സമയത്ത് റിയാക്ട് ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊരു ടൈം ട്രാവൽ മൂവിയാണെന്നും വിജയ് ഡബിൾ റോള് വരുന്നൊക്കെയാണ്. നമ്മുടെ ഗോഡ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭു ആണ്. മ്യൂസിക്കൽസ് വരുന്നത് യുവൻ ശങ്കർ രാജയാണ്. സെപ്റ്റംബർ 5 റിലീസ് ആയിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ആ സമയത്ത് ഇറങ്ങിയ ആ ഷോർട്സിന്റെ അടിപൊളിയായിരുന്നു ബർത്ത്ഡേയുടെ സമയത്ത്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വിജയ് അണ്ണൻ, the greatest of all time. This is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation. Hostage negotiator, field agent, spy. In short, he is the goat of SATS. Annan. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்தியை நினைச்சுதான் டென்ஷன். காந்தி இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. சத்தியமா கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. വിജയാണ് ഗാന്ധി എന്ന് തോന്നുന്നത്. മിഷനുக்கு ഫാമിലിയോட ഹോളിഡേ പോവാനാ, അതും ബാങ്കോക്ക് കുടുംബത്തോടെ പോവാനാ. അനുഭവിച്ച இந்த പെയിന് ഗാന്ധിയും അനുഭവിക്കണം. ഇല്ലപ്പാ, യു ആർ ഇൻ ഡേഞ്ചർ. വിജയുടെ സെക്കൻഡ് ലുക്ക്. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் தி ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கறேன். சென்னையில ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. பிரச்சனையை விட்டு நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடு விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? യുവൻ ശങ്കർ രാജ. Always a lion. Annan, God, the greatest of all the time. Venkad Prabhu. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா. September 5 release. Waiting. അപ്പോൾ നമ്മൾ ഗോഡ് മൂവിയുടെ ട്രെയിലർ കണ്ടു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, അടിപൊളി ട്രെയിലർ ആയിരുന്നു. യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്കിൽ വരുന്നത്. ഡയറക്ടർ വരുന്നത് വെങ്കട് പ്രഭു ആണ്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വിചാരിച്ചാൽ, വിജയ് ഒരു സ്പൈ വർക്കർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫീസർ ആയിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ റിട്ടയർ ചെയ്തു. അങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം എന്തോ ഒരു കേസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ, ഇത്ര ഏജ് ആയില്ലേ, റിട്ടയർ ആയില്ലേ എന്നൊക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, എത്ര ഏജ് ആയാലും ലയൺ ഇസ് ഓൾവേസ് എ ലയൺ. ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിജയ് എത്ര നല്ല ഓഫീസർ ആയിരുന്നു, അത്രയും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തൊരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവന് തന്നെ ആ കേസ് അസൈൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്നേഹയാണ് അവൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്നത്. ഗാന്ധി എന്നാണ് ഇതിൻ്റെ ക്യാരക്ടർ നെയിം വരുന്നത്. വിജയുടെ സ്നേഹ പ്രഗ്നൻ്റ് ആണ്. വിജയുടെ സെക്കൻഡ് ലുക്ക് വരുന്നത് വിജയുടെ മകനാണെന്നാണ് മനസ്സിലായത്. പക്ഷേ സെക്കൻഡ് ലുക്ക് എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടമായില്ല. കുറച്ചും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു. എൻ്റെ എക്സ്പെക്ടേഷൻ ലെവൽ റീച്ച് ചെയ്തില്ല. പിന്നെ ഈ മൂവി ലീഡ് ചെയ്യുന്നത് ഈ സ്പൈ വർക്ക് ചെയ്യുന്ന ആ കേസിൻ്റെ പിന്നാലെ ആയിരിക്കും. കുറേ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സെപ്റ്റംബർ 5 ഈ മൂവി റിലീസ് ചെയ്യുന്നത്. എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി കഥകൾ മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ഫുള്ളി മനസ്സിലായിട്ടില്ല. എന്തായാലും വിജയുടെ ഒരു അടിപൊളി ഹിറ്റ് മൂവി ആയിട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഷൈൻ സിസ്റ്റേഴ്സ് ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതുപോലെ ഞങ്ങൾക്കൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഉണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ഗൈസ്, ലവ് യു.